ബുഹൈറയുടെ ആശ്രമത്തിലെ വിരുന്ന്. കൊച്ചു മുഹമ്മദ് വിരുന്നിനായി കടന്നുവരുന്നു. ബുഹൈറ വിറയ്ക്കുന്ന കൈകളോടെ അവനെ സ്വീകരിക്കുന്നു. മറ്റു ഖുറൈശികൾ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണെങ്കിലും ബുഹൈറയുടെ കണ്ണുകൾ ആ ബാലനിൽ മാത്രമാണ്. ബാലനായ മുഹമ്മദ് വിരുന്നിനായി എത്തിയപ്പോൾ ബുഹൈറയുടെ കണ്ണുകൾ സസൂക്ഷ്മം അവനെ നിരീക്ഷിക്കുകയായിരുന്നു. തന്റെ കൈവശമുള്ള പുരാതന ലിഖിതങ്ങളിൽ വിവരിച്ചിട്ടുള്ള ഓരോ ശാരീരിക അടയാളങ്ങളും ആ ബാലനിലുണ്ടോ എന്ന് അദ്ദേഹം ഒത്തുനോക്കി. ബുഹൈറ ബാലനെ അരികിലേക്ക് വിളിച്ച് സംസാരിക്കുന്നു. ബാലന്റെ സംസാരവും വിനയവും ബുഹൈറയെ വിസ്മയിപ്പിക്കുന്നു. അദ്ദേഹം ബാലന്റെ വസ്ത്രം അല്പം നീക്കി അവന്റെ ചുമലുകൾക്കിടയിൽ പരിശോധിക്കുന്നു. ബാലന്റെ 2 ചുമലുകൾക്കിടയിലായി ഏകദേശം ഒരു പ്രാവിന്റെ മുട്ടയുടെ വലിപ്പത്തിൽ ഉയർന്നു നിൽക്കുന്ന ആ വിശുദ്ധമായ അടയാളം ബുഹൈറ കണ്ടു. മാംസലമായ ആ ഭാഗത്തിനു ചുറ്റും കറുത്ത രോമങ്ങൾ വളർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. പുരാതന വേദഗ്രന്ഥങ്ങളിൽ അന്ത്യപ്രവാചകന്റെ ശാരീരിക ലക്ഷണമായി വിവരിച്ചിട്ടുള്ള ഖാതമുൻ നബു, സീൽ ഓഫ് പ്രോഫറ്റ്ഹുഡ് അഥവാ പ്രവാചകത്വത്തിന്റെ മുദ്രയായിരുന്നു അത്. ആ മുദ്ര കാണുന്ന നിമിഷം ബുഹൈറയുടെ കൈകൾ വിറയ്ക്കുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് ആനന്ദാശ്രുക്കൾ പൊഴിയുന്നു. തന്റെ ജീവിതകാലം മുഴുവൻ കാത്തിരുന്ന ആ മഹാസത്യം തന്റെ മുന്നിലാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. ബുഹൈറ പതുക്കെ ആ അടയാളത്തിൽ സ്പർശിച്ചുകൊണ്ട് സ്വയം മന്ത്രിച്ചു, അല്ലാഹുവിന്റെ നാമത്തിൽ, ഇത് സത്യമാണ്. ലോകം കാത്തിരിക്കുന്ന ആ വിമോചകൻ ഇതാ എന്റെ മുന്നിൽ. ബുഹൈറ പെട്ടെന്ന് ഗൗരവഭാവത്തിലേക്ക് മാറുന്നു. അദ്ദേഹം ചുറ്റും നോക്കി ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അബൂ ത്വാലിബിനെ മാത്രം രഹസ്യമായി അരികിലേക്ക് വിളിക്കുന്നു. വർഷങ്ങളായി താൻ വായിച്ചു പഠിച്ച ആ വിശുദ്ധ അടയാളം ബുഹൈറ നേരിൽ കണ്ടു. ബാലന്റെ ചുമലുകൾക്കിടയിൽ പ്രകാശിക്കുന്ന ആ പ്രവാചകത്വത്തിന്റെ മുദ്ര കണ്ടപ്പോൾ അദ്ദേഹത്തിന് സംശയമേതുമില്ലായിരുന്നു. മുൻപ് വന്ന എല്ലാ പ്രവാചകന്മാരും മുൻകൂട്ടി അറിയിച്ച, പ്രപഞ്ചം മുഴുവൻ ആദരിക്കാൻ പോകുന്ന ആ മഹാ തേജസ് തന്റെ മുന്നിലാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം. എന്നാൽ ആ ആനന്ദത്തോടൊപ്പം ബുഹൈറയുടെ ഉള്ളിൽ വലിയൊരു ഭയവും ഉടലെടുത്തു. ഈ സത്യം മറ്റുള്ളവർ തിരിച്ചറിഞ്ഞാൽ ആ ബാലന്റെ ജീവൻ അപകടത്തിലാകുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. ആ രഹസ്യം ലോകമറിയുന്നതിനു മുൻപേ അബൂ ത്വാലിബിന് അദ്ദേഹം നൽകിയ ആ നിർണായകമായ മുന്നറിയിപ്പ്